ശിവപ്രസാദ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ നിങ്ങളിന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുന്നത് കേട്ടു. താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്, ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിലൊന്നും SFIക്ക് നോ കമൻസ് നോ വോയിസ് എന്ന മട്ടിലാണ് KSUവിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സർവകലാശാലകൾ വളരെ അപകടകരമായ തലത്തിൽ അതിനെ സംഘപരിവാരം ഒരു കാവ്യവൽക്കരണത്തിലേക്ക് എല്ലാ സർവകലാശാല ചട്ടങ്ങളും ഭേദിച്ച് കോടതി ഇടപെട്ടിട്ട് പോലും പ്രവർത്തിക്കുന്ന ഒരു കാലം. അപ്പോൾ KSU സമരം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യം വന്നാൽ സമരം ചെയ്യും, വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. SFI സംസ്ഥാന പ്രസിഡന്റ് ഇന്നത്തെ സമരത്തെക്കുറിച്ച് അതൊരു സ്പോൺസേഡ് ഒരു തിരക്കഥ രൂപപ്പെടുത്തിയെടുത്ത സമരമാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സമരം ചെയ്ത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, സമരരംഗത്തും ഇന്നുണ്ടായിരുന്നു. എന്തു പറയുന്നു ശിവപ്രസാദ്? അല്ല, KSUവിൻ്റെ പ്രിയപ്പെട്ട പ്രകൃതി ഞാൻ ബലമായി വിശ്വസിക്കുന്നത് അദ്ദേഹം കുറേ നാളുകളായി ഇന്ത്യയിലോ ദൃശ്യമാധ്യമങ്ങളാകെ പ്രചരണം നടത്തുന്ന ഒരു വേദിയിലോ സ്പേസിലോ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചർച്ച കേട്ടിട്ട്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മലയാള വാർത്തകൾ കാണുന്ന, മലയാള ഭാഷ മനസ്സിലാവുന്ന, കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിൽ എന്തായിരുന്നു കേരളത്തിലെ SFI ഈ VCക്കെതിരായും VCമാർക്കെതിരായും താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന VCമാർക്കെതിരായും RSS കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരായും എന്താണ് SFI നടത്തിക്കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനൊന്നും മനസ്സിലാവാതെ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ഇവിടുത്തുകാരനല്ലാതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കാനേ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചപ്പോൾ, ശരത്തേട്ടാ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കാൻ RSS ശ്രമിക്കുന്നു എന്നൊരു വാക്ക് KSUവിൻ്റെ പ്രതിനിധി എവിടെയെങ്കിലും, ഇപ്പോൾ എൻ്റെ ഓഡിയോ സംവിധാനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല. എന്താ പറയാൻ പേടി? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ടാർഗറ്റ് ചെയ്ത് RSS നീങ്ങുന്നതിനെ തുറന്നു കാണിക്കാൻ KSUവിന് എന്താ പേടി? കേരളത്തിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർക്കരണത്തെ പറ്റി പറയാൻ എന്തിനാ KSU ഭയക്കുന്നത്? എന്തിനാ RSSകാരനായ ഗവർണറെ ഭയക്കുന്നത്? എന്തിനാ RSSകാരനായ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സൗമ്യനായി, നിങ്ങളിനി എന്നെ എത്ര പ്രകോപിച്ചാലും ഞാൻ പ്രകോപിതനാവില്ല. നിങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണയും അസംബന്ധവും ആദ്യ ലാപ്പിൽ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വളരെ നിഷ്കളങ്കമായി കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേൾക്കാൻ തയ്യാറാവും. കേൾക്കുകയാണല്ലോ സംവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പരസ്പരം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യലാണല്ലോ ഒരു സംവാദത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥതലം. അപ്പോൾ അവിടെ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ആരാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? രാജ്യം ഭരിക്കുന്ന RSS ആണ്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിൻ്റെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ നാൾ മുതൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. അതിൽ JNU ഉണ്ട്, ജാമിയ മിലിയുണ്ട്, അലിഗഡ് സർവകലാശാലയുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്, IITകളുണ്ട്, NITകളുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെയെല്ലാം എങ്ങനെയാണ് അവർ അറ്റാക്ക് നടത്തുന്നത്? നമ്മൾ പഠിക്കണ്ടേ? അവർ അറ്റാക്ക് നടത്തിയത് ഈ സർവകലാശാലകളുടെ എല്ലാം തലപ്പത്തേക്ക് ആദ്യം തന്നെ ഒരു സംഘപരിവാരക്കാരനെ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നതാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈസ് ചാൻസലറായി നിയമിച്ച ആളുടെ യോഗ്യത മഹാഭാരതം സീരിയലിൽ യുധിഷ്ഠിരനെ അഭിനയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വൈസ് ചാൻസലറായി ഇന്ത്യയിൽ വന്നു. അതുപോലെ വിവിധ സർവകലാശാലകളിൽ വരികയാണ്. അവിടെയെല്ലാം അതിശക്തമായി വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഒന്നും വകവെക്കാതെ അവർ മുന്നേറി. അതിൻ്റെ ഫലമെന്താ? രാജ്യത്തെ പാഠപുസ്തകങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പാഠപുസ്തകങ്ങൾ, എക്കണോമിക്സ് പാഠപുസ്തകങ്ങൾ, പൊളിറ്റിക്സിൻ്റെ പാഠപുസ്തകങ്ങൾ സമാനതകളില്ലാത്ത നിലയിൽ രാജ്യത്ത് സെൻസർ ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ഏത് ചരിത്രം പഠിക്കണം എന്ന് RSSൻ്റെ നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട് നടപ്പിലാക്കുന്ന നിലയിൽ ഈ രാജ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി. KSUവിൻ്റെ പ്രകൃതി എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് കേരളത്തിൽ നടപ്പിലാകണമെന്നാ? നിങ്ങൾ സമരാഭാസം എന്ന് വിളിച്ചത് ഏത് സമരത്തെയാ? ഈ നടപടി കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാൻ ഇറങ്ങി നിന്ന് SFIക്കാരെയാണോ നിങ്ങൾ സമരാഭാസം എന്ന് കളിയാക്കി? നിങ്ങൾ സമരം ചെയ്യാനൊന്നും പറഞ്ഞണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല. കാരണം VD സവർക്കറിൻ്റെയും അതോടൊപ്പം തന്നെ RSS ചിഹ്നങ്ങളുടെയും മുന്നിൽ ഒരു മടിയുമില്ലാതെ, ഉളുപ്പുമില്ലാതെ, ഒരു ജാള്യതയുമില്ലാതെ പോയി വിളക്ക് കത്തിക്കുന്ന നേതാക്കന്മാർക്ക് കീഴിൽ പഠിച്ചു വരുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നിങ്ങൾ RSSനെതിരായി സമരം ചെയ്യണം എന്ന മനോമനസ്കമായ സമീപനം നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാറില്ല. ഞാൻ വളരെ നിസ്സാരക്കാരൻ ഒരു വ്യക്തിയാണ്. നിങ്ങളോട് അത്രയും വലിയ രാഷ്ട്രീയമൊന്നും പറയാൻ പാങ്ങുള്ള ആളല്ല ഞാൻ. പക്ഷേ നിങ്ങൾ ഇതിനെ പുച്ഛിക്കാൻ പാടുണ്ടോ? ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ആ പോരാട്ടത്തെ നിങ്ങൾ ഒറ്റുകൊടുക്കരുത്. ആ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ചിലപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നിങ്ങളെ അനുവദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ പോരാട്ടത്തെ പുച്ഛിക്കരുത്. എന്താ നിങ്ങൾ പറഞ്ഞ സമരാഭാസമെന്നോ? നിങ്ങൾ നോക്കുക, അവിടെ പോയി എത്ര സഖാക്കളാണ് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്? എത്ര പേർക്കാണ് മാരകമായി ഇന്ന് മർദ്ദനമേറ്റിട്ടുള്ളത്?
യൂണിവേഴ്സിറ്റിയുടെ ഏത് ഗേറ്റാണ്, ഏത് ചിത്രത്തിലാണ് പോലീസ് തുറന്നിരുന്ന് കാണിച്ചത്? നിങ്ങളൊന്ന് കാണിച്ചതാ. ഏതാണ്ട് അരമണിക്കൂർ പ്രയാസപ്പെട്ട SFI സഖാക്കൾ സമരം ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. നിസ്സാരമായിരുന്നെങ്കിൽ ആ മാർച്ച് കടന്നു വന്നപ്പോൾ തന്നെ ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ, SFIക്ക് അകത്ത് കയറാൻ പറ്റുമായിരുന്നല്ലോ. 2.5 മണിക്കൂറാണ് SFI സമരം നീണ്ടുനിന്നത്. ഒറ്റ തീരുമാനമാണ് SFI എടുത്തത്. ആ തീരുമാനം ഈ സർവകലാശാലയെ, കേരള സർവകലാശാലയെ സംഘപരിവാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി ഭാഷ നിഷേധിക്കുന്ന VC-യുടെ ചേംബർ ഞങ്ങൾ ഉപരോധിക്കും. പോലീസ് ആവുന്നത്ര ഞങ്ങളെ പ്രതിരോധിച്ചു. പോലീസ് പ്രതിരോധിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡാണുള്ളത്. ഞങ്ങൾ പ്രഖ്യാപിച്ച സമരം കേരളത്തിലെ ഈ വൈസ് ചാൻസലർ ഓഫീസ് ഉപരോധിക്കുന്ന സമരമാണ്. ആ സമരം ഞങ്ങൾ നടത്തും. വളരെ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ഞങ്ങളുടെ സഖാക്കൾ ആ സമരം പൂർത്തിയാക്കി. നിങ്ങൾ കണ്ടല്ലേ?